ഹായ് ഹലോ, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് സവാള, 2 തക്കാളി, അതുപോലെ ഒരു പച്ചമുളകാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ വയറ്റിയും വാട്ടിയും ഒന്നും സമയം കളയുന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് കുക്കറിലോട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ, ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് കുറച്ച് വലുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ പറ്റ കനം കുറഞ്ഞൊന്നും അരിയണമെന്നൊന്നുമില്ല. അതിനുശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു പച്ചമുളകും. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 ടീസ്പൂണ് തികച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ ഇത്രയൊന്നും ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളാം. അതിനുശേഷം 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഒരുപാട് ലൂസായി പോവും. നമുക്കിത് കുറച്ച് റോസ്റ്റ് പരുവത്തിലാണ് വേണ്ടതെന്ന്, നല്ല ഡ്രൈ ആയിട്ടുള്ളതും അല്ല, കുറച്ച് ജ്യൂസി ആയിട്ടുള്ള കുറച്ചൊരു ഗ്രേവിയൊക്കെ ഉള്ള ടൈപ്പ് തന്നെയായിരിക്കും ഈ ഒരു മുട്ട റോസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റുകയും ചെയ്യും. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മുട്ട ഇതിലോട്ട് തന്നെ ഇട്ടിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നില്ല. ഇതുപോലെ മുട്ട നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഒരു 4 വിസിൽ അത്ര മതിയാകും. അത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ അത് കറക്റ്റായിട്ട് കുക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മുട്ടയൊന്ന് മാറ്റി കൊടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അഥവാ വെള്ളം കൂടിപ്പോയാൽ നിങ്ങൾക്ക് അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അത് അത്രയും ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ കേട്ടോ. ഈ ഒരു ഐറ്റം നമുക്ക് ഏതിലോട്ട് വേണമെങ്കിലും കൂട്ടി കഴിക്കാം എന്നുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും ഇത് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ പ്രധാന കാരണം. ഇനി രാവിലെ സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓഫീസ് ടൈമിലോ അല്ലെങ്കിൽ വീട്ടിൽ കൂട്ടാനോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വാട്ടിയും വയറ്റിയും ഒന്നും നമുക്ക് സമയം കളയണ്ട. ഇനി ഇങ്ങനെ വെക്കുന്ന സമയത്ത് സവാളയൊക്കെ നല്ല പോലെ വാടി വന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ആയിരിക്കില്ല ഇതിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.